ഗൈസ് വെൽക്കം വണക്കം. വീഡിയോ കംപ്ലീറ്റ് ആവാതെ നിങ്ങൾ എൻ്റെ വീഡിയോ ജഡ്ജ് ചെയ്യരുത്. കാര്യം പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ വ്ളോഗർ, നമ്മളെ ഒരുപാട് പേർക്ക്, കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് മേഖലയിൽ കാർത്തികിനെ പോലെ ആദ്യം ഒരു ചുവട് വെച്ചൊരു യൂട്യൂബർ പോലും മലയാള കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും തോന്നുന്നില്ല. ഞാനും കാർത്തിക് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് മുമ്പ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിരുന്നു. ആ കമൻറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോഴും ഞാൻ പറയുന്നു, കാർത്തികിൻ്റെ ആരാധകരാണെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ ആരാധകരെ ശാന്തരാവുകയും പറയുന്നതൊന്ന് ജസ്റ്റ് കേൾക്കാൻ ശ്രമിക്കുക. സോ ഉപദേശങ്ങളും ഒന്നുമല്ല വർമ്മ സാറേ, കാര്യം ഞാൻ പറഞ്ഞുതരാം. ബ്രോ, കാർത്തിക് സൂര്യ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാമോ? ഉത്സവത്തിന് അടിച്ച് ഫിറ്റായി വീഡിയോ ചെയ്തെടുത്ത് ഇട്ട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത് പോലെ തോന്നി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട്, അതുപോലെ ഉത്സവങ്ങളിൽ അടിച്ച് കിണ്ടിയായി കറങ്ങി നടക്കുന്നത് വലിയ കാര്യമായി കണ്ട് കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരാളിട്ട കമൻറ്റാണേ. അപ്പോൾ ആ കമൻറ്റിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ഇതുപോലെയാണ് എനിക്ക് പല കണ്ടൻറ്റുകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകളാണ് ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ ഈ ഒരു കാർത്തികിൻ്റെ കാര്യത്തിൻ്റെ അത് സംസാരിക്കാനുണ്ട്. ബട്ട് കാർത്തികിനെ അങ്ങ് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തണോ എന്നുള്ള കാര്യം, കാർത്തിക് അതിനകത്ത് ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് കാർത്തിക് ഉദ്ദേശിക്കുന്നുള്ള കാര്യം. അത് എന്താണെന്നുള്ള കാര്യവും ഈ വീഡിയോയ്ക്കകത്ത് കാർത്തിക് കാണിക്കുന്നുള്ള കാര്യവും അതിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണമല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം. കാർത്തിക് ഇന്ന് ഈ അടിക്കുന്നത്, കാർത്തിക് ഈ ആ ഒരു ടൈം നമുക്ക് കാണാം, ഒരു കുറച്ച് നേരം ഇങ്ങനെ മദ്യപിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം മദ്യപിച്ച കാർത്തികിനെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ, ഈ താമര എന്ന് കേട്ടിട്ടുണ്ടോ? മറ്റേ ഏതൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയുടെ പേര് പാവാടയോ, അതൊരു സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ടോ? അതിനെക്കാട്ടി കുറച്ചുകൂടെ മേളിൽ വെള്ളം സിനിമയ്ക്കകത്തുള്ള ജയസൂര്യ ഓർമ്മയുണ്ടോ? അതിൻ്റെയൊക്കെ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതായത് കാർത്തിക്കിനെ ഉപദേശിക്കാൻ ഒരിക്കലും ഞാൻ യോഗ്യനല്ല. പക്ഷേ ഞാൻ ഇന്ന് ആ ഒരു പരിപാടികളൊന്നും എനിക്കില്ല. കാരണം ഞാൻ തന്നെ ഒഴിവാക്കിയ കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൻ്റെ അകത്ത് ഒരിക്കലും വേണ്ട എന്ന് വെക്കുകയും എൻ്റെ മക്കളോട് ഞാൻ ഇപ്പോഴേ ഈ പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തിൽ ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ ഉപദേശിക്കുകയും ചെയ്യുന്ന കാര്യം, നിങ്ങളോടും പറയുന്ന കാര്യം, മദ്യത്തിലേക്ക് പോകരുത്. അത് കുഴിയാണ്, തിരിച്ചു വരാൻ പറ്റാത്തൊരു കുഴിയാണ്. വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നശിക്കും, നാമാവശേഷമാകും. എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരുപാട് പേര് ഇപ്പോഴേ ജീവനോടെ ഇല്ല ബിക്കോസ് ഓഫ് ഡ്രിങ്കിങ്. സോ ഇവിടെ കാർത്തികിൻ്റെ ഈ ഒരു ഒക്കേഷണലായിട്ട് മാത്രമായിട്ട് അടിച്ചിട്ടുണ്ടാവുക. പക്ഷേ കാർത്തിക് പറയുന്ന ആ അവസാനത്തെ വാക്കിൽ നിന്ന് നമുക്ക് തുടക്കത്തിലേക്ക് വരാം. കാർത്തിക് എന്താ പറയുന്നത് ചോദിച്ചൂടെ? നിങ്ങൾക്ക് എന്തൊരു നാണം, നിങ്ങൾ ഇൻവെർട്ടർ ആണ് തോന്നി. എനിക്ക് ഇൻവെർട്ടർ ആയിരിക്കുമെന്ന് ഞാൻ എടുത്തിരുന്നു. നിങ്ങൾക്ക് എല്ലാം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. കാർത്തിക് പറയുന്നത് ഒരു മറയില്ലാതെ ഞാൻ എൻ്റെ ഓഡിയൻസിന് എല്ലാം കാണിച്ചു കൊടുക്കാടാ. ഒന്നുകിൽ അവരെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കൂടെ കാണും. എന്താണെങ്കിലും ഒരു മറയില്ലാതെ. ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ ഭയങ്കര റോ ആണ്. വാടാ, ഒരു മറയില്ലാതെ പൊക്കൊണ്ടിരിക്കുകയാണ് വ്ളോഗ്. എന്താണോ എന്റെ ജീവിതം നടക്കുന്നത് എക്സാക്ട്ലി അതിപ്പോ കാണിച്ചോണ്ടിരിക്കുകയാണ്. നീ വണ്ടിയിട്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ എന്റെ ഓഡിയൻസിനോട് കാണുക. പക്ഷേ എനിക്കറിയാം കുറച്ച് ആൾക്കാർക്കെങ്കിലും എൻ്റെ അടുത്തൊരു സ്നേഹം ഉണ്ടെന്ന്. എല്ലാവരും ഒരുപോലെ ആയി കഴിഞ്ഞാൽ നീയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്, കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് സത്യം പറയാനുണ്ട്, ഓരോ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഹായ് കാർത്തിക് ഫോട്ടോ എടുക്കണം ഭയങ്കര സ്നേഹമാണ് അവരുടെ അടുത്തൊക്കെ. എന്ന് പറഞ്ഞാലേ നിന്റെ ആ പഴയ കാലം തൊട്ട് ഇപ്പോഴും ആദ്യം ബ്ലോഗ് ചെയ്യുന്ന സമയല്ലേ അതിലോട്ട് പോയി ആരെ കൊണ്ടുവരും ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അല്ല, നമ്മള് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോഴല്ലോ അത് ഒരു പൂർവ്വകാല അടിക്കാരടുത്തുള്ള നിലയ്ക്ക് പറഞ്ഞാൽ കാർത്തിക് കുറച്ച് കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പുള്ളി അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഇതിപ്പോൾ എല്ലാം റോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്തേക്കാം എന്ന് കാർത്തിക് പറയുന്നത് ഒരു ധൈര്യമാണോ അതോ തൻ്റെ ലൈഫിൻ്റെ അകത്ത് താൻ ഇപ്പം ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു വരിക. കാർത്തികിൻ്റെ ഫസ്റ്റ് വ്ളോഗ് മുതൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് മറ്റേ ചെണ്ടയുടെ പ്രാക്ടീസ് മറ്റുള്ള പരിപാടി നടന്ന സമയത്ത് ആ വ്ളോഗ് തുടങ്ങട്ടെ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അടക്കം, അതിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കാർത്തികിൻ്റെ വളർച്ച, ഉയർച്ച, അതിനുശേഷം യൂട്യൂബ് കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ട് വളർന്നിട്ട് അതിനുശേഷം പുള്ളി എന്താ പറയുക, ഇപ്പോൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അതിലേക്ക് വരുന്ന സമയത്ത് തുടക്കത്തിൽ കാർത്തികിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി ഇവ എന്തുവാ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കാർത്തിക് അതിനകത്ത് ചൂടുറപ്പിച്ചിട്ടുള്ള കാര്യം, നല്ലൊരു കഴിവുള്ള ഒരാളാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പല ആൾക്കാർക്കും ഇതുപോലുള്ള പല തരത്തിലുള്ള മദ്യപാനമോ മറ്റുള്ള പല പരിപാടികളോ കാണുമായിരിക്കും. അവരത് പബ്ലിക്കലി കാണിക്കുന്നില്ല. കാർത്തിക് എന്തുകൊണ്ട് കാർത്തിക് ഇത് പബ്ലിക്കലി കാണിക്കുന്നു? ഇത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല എന്നൊരു ചോദ്യമാണ് ആരോ പങ്കുവച്ചിരിക്കുന്നത്. സത്യമാണ്,
കാർത്തിക്കിൻ്റെ ചാനൽ കണ്ടവർക്കറിയാം, കാർത്തിക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, കുട്ടികളടക്കം നേരിട്ട് പോയി കണ്ടിട്ടുള്ള, അവരെ സർപ്രൈസ് ചെയ്തിട്ടുള്ള, അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഡേ ടു ഡ്രീം അല്ലേ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധനം ഒക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് കുട്ടികൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പബ്ലിക് ഒരു പരിപാടി, ഒരു സെറിമണി ഒരിടത്ത് നടക്കുന്നു, ഒരു ആഘോഷം നടക്കുന്നു, അവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യമാണ്, ഇപ്പോൾ ഞാൻ കാർത്തിക് ചേട്ടൻ്റെ ആരാധകനാണ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന കുട്ടികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാമെന്നുള്ളൊരു ഭയമാണ് ഇവർക്കുള്ളത്. സോ അതൊരു പരിധിവരെ ശരിയാണോ? നിങ്ങൾ തന്നെ പറയൂ, അത് ശരിയാണോ? ശരിയായിരിക്കാം അല്ലേ? നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണല്ലോ അതിൻ്റെ ഒരു രസം എന്ന് കരുതിയിട്ട് ആ കുട്ടികളെ അതിലേക്ക് വഴിതെറ്റിച്ചേക്കാം എന്നൊരു ചിന്തയാണ്. പക്ഷേ കാർത്തിക്കിൻ്റെ സൈഡിൽ നിന്ന് കാർത്തിക് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു റോ ആയിട്ട് മാറണം, ഒരു പച്ചയായിട്ടുള്ള ജീവിതം. ഞാൻ ഇങ്ങനെ മദ്യപാനം കവർന്നെടുത്ത കുറേയധികം പച്ച ജീവിതങ്ങളുണ്ട്. ആ കവി അയ്യപ്പനെ കുറിച്ച് അറിയാം, ചങ്ങമ്പുഴയെക്കുറിച്ച് അറിയാം, ഇങ്ങനെ ഒരുപാട് പേര് അറിയാം. അവരുടെ എല്ലാം ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവരെ കവർന്നെടുത്തിട്ടുള്ള മദ്യമാണ്. അപ്പോൾ അത് വയലാർ രാമവർമ്മയുടെ കഥ പറയുന്നുണ്ട്, പല ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ജോൺ അബ്രഹാം, പല ആൾക്കാർ. സോ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാർ മദ്യത്തിൻ്റെ ആ ഒരു കടാക്ഷത്താൽ തന്നെ അവർ സരസ്വതി ദേവി അനുഗ്രഹിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ കനിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ഹൃദയത്തിൽ കൊള്ളാമെന്നുള്ള കാര്യം തരികയും എന്നാൽ അവരൊരു സുപ്രഭാതത്തിൽ കവർന്നെടുത്തുകൊണ്ട് പോകുന്നത് മദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു ഗുണമാണോ ദോഷമാണോ അതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല. പക്ഷേ എങ്കിലും കാർത്തിക് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നത് കാർത്തിക് റോ ആയിരിക്കുകയാണ്, പച്ചയായിരിക്കുക എന്നുള്ള കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതൊരു തെറ്റാണോ എന്നുള്ള കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് വേണം വേണ്ട തീരുമാനിക്കേണ്ട ആ വ്യക്തി ആയിരിക്കുന്നിടത്തോളം കാലം അരുത് എന്ന് നമുക്ക് പറയാൻ ഒരു തരത്തിലും ഇതില്ല. കാരണം അയാളുടെ ലൈഫും അയാളുടെ ഹെൽത്തും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഇത് പബ്ലിക്കിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് മറ്റു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളത് അത് കാർത്തിക് തന്നെ ഒരു ഒരു ചിന്ത അതിലേക്ക് വേണമെന്നൊരു കാര്യം മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയുള്ളൂ. ഉപദേശം അത് വേറെ രീതിയിലേക്ക് എടുത്തേ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് തോന്നലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും, ചില ഇൻസിഡൻസ് ഉണ്ടാവും. അതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണക്കാക്കി അങ്ങോട്ട് പോകും. അതെ, എന്തായാലും ഉണ്ടായത് ഇവിടെ പരിപാടി നമ്മൾ വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തു. ഞാൻ പോവാണ് കൈസ്, നേരെ എറണാകുളത്തോട്ട് പോവാ. ഇത് നമ്മളിപ്പോൾ ഈ ഉത്സവകാലങ്ങളിൽ സത്യം പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാമല്ലോ. എൻ്റെ ഉത്സവകാലങ്ങളിൽ അത് മുൻകാലങ്ങളിൽ ഞാൻ ഇങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ ഇതുപോലുള്ള കൂട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് പക്ഷേ ഇതൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിനെക്കാട്ടിൽ എത്ര എൻ്റെ നാട്ടുകാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരും കാണുമെങ്കിൽ അവർ ചിലപ്പോൾ ചിന്തിക്കും എന്തായിരുന്നടേ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. സോ അതന്ന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അതിപ്പം വെറുതെ നമ്മളിപ്പോൾ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മളെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ പല സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ലൈഫിൻ്റെ പല ഈവൻസ് കടന്നു പോയതാണ്. അപ്പോൾ അങ്ങനെ ഇന്നും ആഘോഷങ്ങളും മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ, ഒരു പാലുകാഴ്ച നടന്നു കഴിഞ്ഞാൽ, ഒരു ഉത്സവം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു സാധനം എന്ന് വെച്ചാൽ അളിയാ സാധനം ഉണ്ടാ ഒഴി, ഒരു 10 ഒഴി, ഒരു 30 ഒഴി എന്ന്. ഇത് കാണുന്ന കുട്ടികളടുത്ത് ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ, ഈ 10-ലും 30-ലും 60-ലും 90-ലും 120-ലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയാണ്. ഒന്നും കിട്ടത്തില്ല, നശിക്കും. നാശത്തിൻ്റെ തുടക്കം ഒരു ആണിക്കല്ല ഈ സാധനം. ഇത് നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഓക്കെ. ഇപ്പോൾ കാർത്തിക് വല്ലപ്പോഴും മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു കുഴപ്പമുള്ള കാര്യമല്ല, അത് കൺട്രോൾഡാണ്. മറിച്ച് ഡെയിലി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇത് കൊണ്ടുപോകും. ഇനി നമുക്ക് കാർത്തിക് പറഞ്ഞല്ലോ, ഇനി കാർത്തിക്കിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ തുടക്കം, ഇന്നത്തെ വീഡിയോയുടെ തുടക്കം, ഈ ഒരു വീഡിയോയുടെ തുടക്കം കാണിച്ചു തരാം. വളരെ ഹാപ്പി ആയിട്ട് തുടങ്ങുന്നു. പുതിയ തീരുമാനങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 3/4 മണിക്കൂറെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പേഴ്സണലായിട്ട് അറ്റൻഷൻ തന്ന് നമ്മളെ ട്രെയിൻ ചെയ്യും. ഉറക്കം 7 മണിക്കൂർ എന്തായാലും എനിക്കത് കിട്ടിയാൽ. അപ്പോൾ പുള്ളിക്കാരൻ അടുത്ത് എന്താണ് ഈ ജിമ്മിൽ എന്തോ വർക്കൗട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടിയൊക്കെയാണ്. പിന്നെ ബാക്കി ഉത്സവത്തിൻ്റെ പരിപാടികളാണ്. ഇനി ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഉത്സവത്തിന് പോയി കൂട്ടുകാരെയൊക്കെ കാണുന്നു. കൂട്ടുകാരെ കണ്ടതിന് ശേഷം അവിടെ നിന്നാണ് ഇതിലേക്ക് വരുന്നത്, ഡ്രസ്സ് മാറാൻ. ഈ ഡ്രസ്സ് മാറി പുള്ളി യൂണിഫോം ഒക്കെ ഇട്ട് തിരിച്ചു വരുന്നതിന് ശേഷമാണ് കാർത്തിക്കിന് വരുന്ന മാറ്റം. അപ്പോഴാണ് ഞാൻ ഗംഗയിൽ ഞങ്ങൾ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഉത്സവ അണ്ണാ പൊളി കോസ്റ്റ്യൂം കേട്ടോ, സെറ്റ് സാരം. നീ പോന്നടാ, നമുക്ക് പുറത്തോട്ടിറങ്ങാം. പുറത്ത് കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരും കാണാനില്ല, പുള്ളി നാണം കെട്ടിയ. ഹലോ ചേച്ചി നമസ്കാരം. ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ? നിങ്ങളാണോ കാത്തിരുന്നത്? നിങ്ങളല്ലേ? അപ്പൊ ഇവിടെ മുതലാണ് ആട്ടം വരുന്നതെന്നാണ് കമന്റ് ബോക്സിൽ കാണുന്നത്. ഞാൻ പോണേ. എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് രാധ. ഞാൻ പ്രസാദിന്റെ അമ്മൂമ്മ. പ്രസാദിന്റെ അമ്മൂമ്മയാണോ? ഇത് പ്രസാദിന്റെ മാമി. ഹലോ നമസ്കാരം മാമി. പ്രസാദിന്റെ മാമി. ഹലോ നമസ്കാരം. എന്താ പേര് മക്കളെ? നിളയോ? ഇതോ പൂജ. നിളയും പൂജ എവിടെ പോവാ? ഓക്കെ. എന്തിനാ എവിടെ നിൽക്കണേ? നിളയും പൂജയൊക്കെ നക്ഷത്ര
ഇങ്ങനെ ഞാൻ പണ്ട് ഇതുവരെ നമ്മൾ ഇതുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അടുത്തേക്ക് പോയിട്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചാണ്. പക്ഷെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മൾ എസ്കേപ്പ് ആവും. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ഓക്കെ, അപ്പം ഞാൻ പോട്ടെ. അപ്പോൾ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ ആ മദ്യപിക്കുന്ന ആൾ മാത്രമാണ്. അയാളെക്കുറിച്ച് ലോകത്ത് അവിടെ നിൽക്കുന്ന നാട്ടുകാരും വീട്ടുകാരും മൊത്തം ആൾക്കാരും അടിച്ചിട്ടുണ്ടെന്ന് നടത്തവും സംസാരവും ഒറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ മനസ്സിലാക്കും. നാണക്കേള. ഓക്കെ, സെറ്റ്, നൈസ് ടു മീറ്റ്. ഘോഷയാത്ര ഇങ്ങ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ജംഗ്ഷനിലോട്ട് പോവാം. ജംഗ്ഷനിലോട്ട് പോയി നമുക്ക് റെഡി ആവാം. ഇവിടെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ എന്ന് വിളിച്ചു. അതൊക്കെ ഫണ്ണാണ് കേട്ടോ. അതൊക്കെ ഫണ്ണായിട്ട് അടിച്ചു പൊളിക്കുക. തീർന്നില്ലേ? രണ്ടുപേരും നമ്മൾ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. നാളെ രാവിലെ 6 മണിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എറണാകുളത്ത് ഞാൻ ഇതിന്റെ വർക്കൗട്ട് ചെയ്തിരിക്കും. അതാണ് ഞാൻ എന്തൊക്കെ സംഭവിച്ചത്. ഞാൻ വർക്കൗട്ട് തുടങ്ങണം ഇന്ന് മുതൽ. അളിയാ, ഞാൻ ഇന്ന് മുതൽ വർക്കൗട്ട് തുടങ്ങണം കേട്ടോ. അതുകൊണ്ട് ആരാണ് വിളിച്ചത്? ആരാ വിളിച്ചത് എന്നെ? സോ ഇതിന്റെ കമന്റ് ബോക്സിന്റെ അകത്ത് ഇതെല്ലാം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമുക്ക് കമന്റ് ബോക്സ് നോക്കാം. തമ്പനിയിൽ കണ്ട് ടെൻഷൻ അടിച്ചവരുണ്ടോന്ന് ചോദിക്കും. കാർത്തിക് സൂര്യയുടെ കള്ളുകൂടി കൂട്ടുകാരാ എന്നെപ്പോലെ കള്ളുകൂടി കൂട്ടുകാരെ ഇഷ്ടമല്ലാത്തവർ ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കൂട്ടുകാരൊക്കെ കള്ളുകൂടിക്കാരെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത്. വെള്ളമടിക്കാത്ത കൂട്ടുകാരെ ഒഴിവാക്കി വെള്ളമടി ടീംസിന്റെ ഒപ്പം കൂടി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അതായത് മറ്റേ മുൻകാലത്തുള്ള പുള്ളിക്കാരന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ വേറെ ചാനൽ തുടങ്ങിയല്ലോ. ഓക്കെ, ചിരിപ്പിക്കല്ലേ, അവരുടെ കൂടെ ഉള്ള വെള്ളമടി കാര്യമൊക്കെ പണ്ടത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പബ്ലിക്കായി അവർ കാണിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെള്ളമടിക്കുന്നതും വെള്ളമടിക്കാത്തതും വെച്ചിട്ട് ഒരാൾ വെള്ളമടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മോശമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിന്ന് കാണുന്ന പല മുഖങ്ങളും നമ്മൾ കാണുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ. ഇപ്പോൾ കാർത്തികിൻ്റെ കാര്യത്തിനകത്ത് ആൾക്കാർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കാർത്തിക് ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട്, കുട്ടികളടക്കമുള്ള ആൾക്കാർ കാണുന്നൊരു വ്ളോഗർ ആയതുകൊണ്ടും അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായതുകൊണ്ടും അത് ചിലപ്പോൾ കുട്ടികളങ്ങ് എടുത്തേക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ കുട്ടികളോട് അടക്കമുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, സീരിയസ്ലി ഈ മദ്യപാനത്തിൻ്റെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഈ സാധനത്തിൽ ഒഴിവാക്കിയതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയുടെ കണ്ടതിന് ശേഷം ചിലർ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, ബ്രോ നിർത്തണം ബ്രോ, ഇത് ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളും ആണുങ്ങളും അടക്കം എല്ലാവരും ഇത് കഴിക്കുന്ന സാധനമാണ്. ഇപ്പോൾ ആണുങ്ങൾ മാത്രം മദ്യപിക്കുന്നത് ചിന്തിക്കരുത്, തെറ്റിദ്ധാരണയാണ്. കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നിർത്തും? അത് പറ്റുന്നില്ല. ചിലർക്ക് സ്മോക്കിംഗ് നിർത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ പല ആൾക്കാരുണ്ട് ലൈഫിൻ്റെ അകത്ത് അപകടകരമായ രീതിയിൽ അവരുടെ ബാധിച്ചിട്ട് ലൈഫിനെ റൂയിൻ ചെയ്യും. ഞാൻ ഒരു കാര്യം നിങ്ങളെ വാൺ ചെയ്യാം, നിങ്ങൾക്ക് ഒരിക്കലും ഇതുകൊണ്ടൊരു ഗുണം കിട്ടത്തില്ല. താൽക്കാലികമായിട്ടൊരു എസ്കേപ്പ് മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും സുഖം. കാരണം ഞാൻ അതിന് ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പോയിട്ടുന്ന ഒരാളാണ്. ആൽക്കഹോളിക് എക്സാക്ട് എന്തായിരിക്കണമോ ആ ലെവലിലേക്ക് പോയിട്ടുന്ന ഒരാളാണ്. ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും കൊണ്ടല്ല, സ്വന്തം ഡിറ്റർമിനേഷൻ കൊണ്ട് മാത്രം ഞാൻ അതിനെ ഒഴിവാക്കിയത് വർഷങ്ങളായി. സോ അതുകൊണ്ട് പറയുക, ഒരു ഗുണവുമില്ലാത്തൊരു കാര്യം നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കും, നിങ്ങളെന്നുള്ള നിങ്ങളെ വ്യക്തിയല്ലതാക്കി മാറ്റും, ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വലുതാക്കി മാറ്റും, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് പെട്ടുപോകും. ചില എസ്കേപ്പിസത്തിൽ നിങ്ങൾ ഇതിനെ സ്വീകരിക്കുന്ന സമയത്ത് ദുഃഖം വന്നാൽ നിങ്ങൾക്ക് വെള്ളമില്ലാതെ പറ്റത്തില്ല, സന്തോഷം വന്നാൽ നിങ്ങൾക്ക് ഇതില്ലാത്തൊരവസ്ഥ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാത്തിനും നിങ്ങളെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ കാണും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അകാല നര, നിങ്ങൾക്ക് പെട്ടെന്ന് നര വരും. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഇതായിട്ട് പോകും. നര വരണമെന്ന് മോശമൊന്നുമല്ല, അത് കാരണമുണ്ടാകുന്ന നര. കാരണം ബോഡിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ കലാഭവന്റെ കാല് ചുറ്റിയ പോലത്തെ വെള്ളമടി ടീമാണോ കൂട്ട് എന്നൊക്കെ പറയുന്നു. മണിച്ചേട്ടൻ്റെ കാര്യം വെച്ച് പറയുന്നു. വെള്ളമടിക്കാതെ കൂട്ടുകാരെ ഒഴിവാക്കി വെള്ളമടി കൂട്ടുകാരെ കൂടെ കൂട്ടി എന്നൊക്കെ പറയുന്നു. കാർത്തിക്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കല്യാണത്തിന് മുമ്പ് കൂട്ടുകാരോടുള്ള വഴക്കെല്ലാം മാറ്റി അവരെയും കൂടി എല്ലാത്തിലും ഉൾപ്പെടുത്തണേ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം, പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തള്ളിക്കളയുക എന്നൊക്കെ ആൾക്കാർ നല്ല ഉദ്ദേശത്തോടുകൂടി കമൻറ്റ് ചെയ്യുന്നുണ്ട്. മുൻപ് വേറൊരു വീഡിയോയിൽ അടിച്ച് ഫിറ്റായതുപോലെ തോന്നിയിരുന്നു, അന്ന് സാബു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു, മദ്യപാനം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിയായിരുന്നു. ന്യൂ കമ്പനി ആൽക്കഹോൾ യൂസ് കൂടുതലാണ്, ട്രൈ ടു അവോയ്ഡ്. ചെറിയ മക്കൾ സബ്സ്ക്രൈബുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. കൊച്ചുകുട്ടികളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലാണ്, അതുകൊണ്ട് ഇത് ഒഴിവാക്കണമെന്നാണ് അവളുടെ റിയാക്ഷൻ. കാർത്തിക്, നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ വേണമായിരുന്നു, ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കുക. കാർത്തിക് ബ്രോയുടെ വ്ളോഗ്സ് ഇതുപോലെ തന്നെ തുടരണം. ബ്രോ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് ലെവൽ ടൈപ്പ് വ്ളോഗ് തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ടൊന്നും വേണ്ട. പുള്ളി ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് ആർട്ടിഫിഷ്യാലിറ്റീസ് ഞാൻ ഒഴിവാക്കുന്നു, ഗ്രൗണ്ടായിട്ട് റോ ആയിട്ട് നിൽക്കണം എന്നുള്ള കാര്യം.
ബട്ട് ഈ ഒരു കാര്യം അതിനകത്ത് വരണമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന അദ്ദേഹം മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ ഇല്ലെന്ന കാര്യം അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യരുത് കാർത്തികേയെ, അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് എൻ്റെ പാസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിട്ട് മറ്റൊരാളെ എനിക്ക് ഉപദേശിക്കാനുള്ള ഒരു യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ അക്കാര്യത്തിൻ്റെ അകത്ത് കാർത്തിക് ചെയ്യരുതെന്നോ കാർത്തിക് ചെയ്ത് വലിയ മഹാപാപമാണെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ട് ഓക്കെ എനിവേ അതിനോട് ഞാൻ ഇതില്ല, ചെറുതായിട്ടൊന്ന് മിനിങ്ങിയിട്ടുള്ളതുപോലെ ഒന്ന് പരിഗണിക്കൂ കാർത്തിക് ബ്രോ. മുത്തേ കാർത്തിക് നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരാളെ ഓർമ്മ വരുന്നത്, അത് വേറെ ആരുമല്ല നമ്മുടെ മണിച്ചേട്ടനെ. നീ ഇതുപോലെയാ മുത്തേ, നീ അങ്ങനെ തന്നെ പോകുമോ? പച്ചയായ മനുഷ്യൻ അടിച്ച് പൂസാന്നോ? കാർത്തിക് ബ്രോ നിന്നുള്ള സ്നേഹം കൊണ്ട് പറയുക, അടി ഇച്ചിരി കുറയ്ക്ക്, നേരത്തെയുള്ള ബ്ലോഗിലൊന്നും ഈ ഒരു കോലത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കാർത്തിക് സൂര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, അവരാരും കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നു, കാർത്തിക് തന്നെ തീരുമാനിക്കട്ടെ. കാർത്തിക് പച്ചയായിട്ട് പോകാൻ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുമ്പോൾ ആ പച്ചയായിട്ട് പോകുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഭയങ്കര ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളായതുകൊണ്ട് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അത് കാർത്തിക് തന്നെ മനസ്സിലാക്കട്ടെ. കാർത്തികിൻ്റെ കാവടി മറ്റ് സീരീസൊക്കെ വന്ന സമയത്തും ഒരുപാട് വിമർശനങ്ങൾ വന്നു. അന്നും പലരും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഞാൻ ചിന്തിച്ചപ്പോൾ അത് അയാളുടെ ഇഷ്ടമല്ലേ, അയാളുടെ വിശ്വാസമല്ലേ, അയാൾക്ക് എങ്ങനെ വേണോ ചിന്തിക്കാമല്ലോ, അത് എങ്ങനെ വേണോ ചെയ്യാമല്ലോ. ചിലപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രാകൃതമായിരിക്കാം, പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കാം. ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിനകത്ത് പോലും എനിക്ക് ചിലപ്പോൾ വിശ്വാസമില്ലായിരിക്കും, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ഫാമിലിക്ക് വിശ്വാസമുണ്ട്, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. എൻ്റെ മക്കൾ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, അവരുടെ അടുത്ത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എല്ലാത്തിലും ഒരു നല്ലതുണ്ട്, ആ നല്ലത് അവർക്ക് സന്തോഷം കൊടുക്കുന്നതാണെങ്കിൽ, മറ്റൊരാളെയും ദ്രോഹിക്കാത്തതാണെങ്കിൽ അതിനെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ള കാര്യമാണ്. എന്നാൽ ചില ഈ കാവടിയുടെ പരിപാടികളിൽ ചിലത് പ്രാകൃതമായിട്ടുള്ള തോന്നിയിട്ടുണ്ട്, അതിനോട് ഞാൻ താല്പര്യമുള്ള ആളുമല്ല. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.